ഒരു ഇലക്ഷൻ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അടിത്തട്ടിൽ പൊട്ടിത്തെറി, പാർട്ടി മാറ്റം, ചേരിപ്പോരൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഒരു BLO, ഒരു RSS നേതാവടക്കം ആത്മഹത്യാ ശ്രമങ്ങൾ, അവസാനാക്ഷരങ്ങളിലെ അകാല വേദനകൾ, ആ തെരഞ്ഞെടുപ്പ് കാല ആവേശം ആവേശിക്കുന്ന ന്യൂസ് റൂമുകൾ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന വല്ലാത്ത വാർത്താ ദിനങ്ങളാണ്. വാക്കുമത്സരം, സംസ്ഥാന അധ്യക്ഷൻ മുതൽ കീപ്പോട്ട് നേതാക്കൾ മരിച്ചവനെ തള്ളിപ്പറയാനാണ്. ഞങ്ങളിൽപ്പെട്ടവനല്ല, BJP-കാരനല്ല, പാർട്ടി പട്ടികയിലില്ല, ശിവസേനക്കാരൻ, എന്തോ ഇന്ത്യ മുന്നണി എന്നൊക്കെയാണ്. പോസ്റ്റ്മോർട്ടം കാത്ത് കൂട്ടത്തിലൊരുത്തൻ ഒരു സംഘപ്രവർത്തകർ കിടക്കുമ്പോഴുള്ള നിഷേധ വർത്താനങ്ങൾ, നിരാകരണങ്ങൾ, എന്തോ രാഷ്ട്രീയ വിജയം ലക്ഷ്യമിട്ടാണെങ്കിൽ മൗഢ്യമാണ് ഈ നാട് കാണുന്നുണ്ട്. മനുഷ്യത്വം തീണ്ടാത്ത ബ്രൂട്ടൽ മനോഗതി. 16-ാം വയസ്സിൽ തുടങ്ങിയ ഐഡിയോളജിക്കൽ RSS ബന്ധം, പ്രചാരകടക്കം വഹിച്ച പദവികൾ, ചെയ്ത പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞ ഒടുവിൽ മരണമൊഴി പോലെ പറയലാണ്, ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ സമയം, എൻ്റെ പണം, എൻ്റെ മനസ്സൊക്കെ ഈ സംഘടനയ്ക്ക് അർപ്പിച്ചതാണ് സാറേ. ആത്മാവിലെ ചോരമണക്കുന്ന വാക്കുകൾ വ്യാജമാക്കുന്നവർ രാഷ്ട്രീയമെന്നല്ല, മനുഷ്യ പദവിക്കേ ചേരാത്തവരാണ്, അധമജന്മങ്ങൾ, അക്രമികളാണ്. ആ മരിക്കാൻ തീരുമാനിച്ചൊരുത്തൻ്റെ അവസാന വാക്കുകൾ കള്ളമാവില്ലോടോ. നേതാക്കളെ ജീവന്റെ വിലയുള്ള സത്യസാക്ഷ്യങ്ങൾ അവഹേളിക്കുന്നു. സീറ്റ് കിട്ടാത്തതിനാണെങ്കിൽ 10-16 തവണ ആത്മഹത്യ ചെയ്തേനെ എന്നൊക്കെ ഒരു വഷള് വർത്താനങ്ങൾ. അധിക്ഷേപത്തിൽ ഇത് മാനസിക വിഭ്രാന്തി എന്നുളുപ്പില്ലാതെ സ്ഥാപിക്കലാണ് ഒരു സംസ്ഥാന നേതാവ്. സംസ്കാരം കഴിയും മുന്നേ മരിച്ചവനെ ഭ്രാന്തനാക്കി ചാപ്പടിക്കാൻ നാണമുണ്ടോ? വെറുപ്പല്ലാതെ മനുഷ്യത്വമെന്ന വാക്കറിയാവോ ഗോപാലകൃഷ്ണ? ഒന്നല്ല, കാവിക്കൂടാർ നേതാക്കളെ 1.5 മാസത്തെ ആത്മഹത്യകൾ 3 RSS ക്യാമ്പിലെ പീഡനങ്ങൾ, നേരിട്ട റേപ്പുകൾ, ജീവിതം കുട്ടിച്ചോറാക്കി മുടിഞ്ഞുപോയ കാര്യം ലോകത്തോട് പറഞ്ഞ് ഹോട്ടൽ മുറിയിൽ കഴിമരം കയറിയതൊരു മിടുക്കനാണ് IT ജീവനക്കാരൻ. ആ പാർട്ടിക്കാരടക്കം വായ്പ എടുത്ത് മുങ്ങി 6 കോടി കടത്തിൽ 6000 കോടി ആസ്തിയുള്ള ഒരു പാർട്ടി ഒന്ന് ചേർത്ത് പിടിക്കാത്ത വേദനയിൽ പാവപ്പെട്ടവൻ കൊലക്കയറിൽ തൂങ്ങിയത് വാർഡ് കമ്മിറ്റി ഓഫീസിലാണ്. ആരും പാമ്പ് കടിച്ച് മരിച്ചവരല്ല. പരേതാത്മാക്കൾ ചെയ്ത കുറ്റം നിങ്ങളെ നമ്പിയതാണ്. എന്നിട്ടും ആ നെറിവുകെട്ട നിരാകരണത്തിൽ ഈ പ്രവർത്തകരുടെ അണിയാച്ചിതകൾക്ക് മുകളിൽ നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ആകാശക്കോട്ടയ്ക്ക്, അധികാര സാമ്രാജ്യത്തിന് ഇനിയും എത്ര വേണം നിരാശകളുടെ ബലിത്തറകൾ BJP-ക്കാരാ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പുള്ളി ഉദ്ധവ് താക്കറേന്റെ ശിവസേനന്റെ ഒരു ഭാഗമായി എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യേണ്ട ഒരു രീതി ഞാൻ കാണുന്നത് കോൺഗ്രസും CPM. മുതലക്കണ്ണീര് പോലെ ശിവൻകുട്ടിജിയും അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും, പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും, VD സതീശന്റെ കോൺഗ്രസിന്റെ, ശിവകുമാറിന്റെ ശിവൻകുട്ടിയുടെ CPM-ന്റെയും, K മുരളീധരന്റെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വമെടുത്ത് സ്വീകരണ ഏറ്റുവാങ്ങി അതിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും. അല്ല, ഞാൻ പറഞ്ഞ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ് കേരളം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിന് ഉത്തരം നേരത്തെ ഓൾറെഡി ഗിവൺ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഒരു 10-15 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുന്ന സമയം കഴിഞ്ഞു. രാജു P. നായർ, ഡോക്ടർ JS ഷിജു, കർണാടക VP ശിവനാഭൻ, ശാലിനി സനിൽ, അജിൻ SL എന്നിവർ ചർച്ചയിൽ ചേർന്നു. ഞാൻ ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ശാലിനിയിലേക്ക് വന്നു. ശാലിനി സനിൽ മഹിളാ മോർച്ചയുടെ അവിടുത്തെ നേതാവാണ്. സ്ഥാനാർത്ഥിയാകാതെ അവഗണിച്ചതും പോരാഞ്ഞ് വ്യക്തിവൈരാഗ്യത്തിൽ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വണ്ണം അപവാദ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് വേദനിച്ചായിരുന്നു ആത്മഹത്യാ ശ്രമം. ആദ്യം തന്നെ ശാലിനി, ചെയ്യാൻ ശ്രമിച്ച കടുംകൈയോട് കടുത്ത വിയോജിപ്പ് അറിയിക്കുകയാണ്. ചെയ്യാൻ പാടില്ലാത്തതാണ്, അപക്വമാണ്. എങ്കിലും അങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്ക് നീങ്ങാൻ കാരണം എന്താണ് ശാലിനി? ഞാനിവിടെ പാർട്ടിയുടെ അതായത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പാർട്ടി അതിനെ അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് വ്യക്തികൾ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറച്ച സാഹചര്യത്തിൽ എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. അത് എനിക്ക് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു. അതിൻ്റെ അപ്പോഴത്തെ വിഷമത്തിലാണ് ചെയ്തത്. ശാലിനി പാർട്ടി പ്രവർത്തകയാണ്, ദീർഘനാൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, മഹിളാ മോർച്ചയുടെ നേതാവാണ്, അത്യാവശ്യം ബോൾഡായി നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു വനിതയെ തളർത്തിക്കളയാനും മാത്രം അപവാദ പ്രചരണങ്ങൾ എന്തായിരുന്നു? നടത്തിയവരുടെ പേരുകൾ പറയാൻ തയ്യാറാണോ? അത് പ്രാദേശികമായിട്ടുള്ള 2-3 പ്രവർത്തകരാണ്, സംഘത്തിൻ്റെ പ്രവർത്തകരാണ്. സംഘമല്ല, സംഘത്തിന് അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇടപെടേണ്ട എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് മറികടന്ന് ഇവിടെ പ്രാദേശികമായിട്ടുള്ള 2-3 പേര് ആണ് അത് ചെയ്തത്. ആരുടെയും പേര് വ്യക്തിപരമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഈ സംഘം ശാലിനിയോട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് അത്രയും വ്യക്തിവൈരാഗ്യം വരാനുള്ള കാരണം?
10 വർഷം മുന്നേ ഞാൻ മുഖൂർ വാർഡിൽ നോമിനേഷൻ വരെ വാങ്ങിയതാണ്. അന്ന് ഇതേ ആൾക്കാർ തന്നെ ഇടപെട്ടിട്ട് അന്ന് എനിക്ക് സംഘടനാ സംവിധാനം വലിയ രീതിയിൽ ഞാൻ സംഘടനയിൽ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴേ ഇവർ പറഞ്ഞു വേറെ പുതിയൊരാളെ നിർത്തണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വേറൊരു വാർഡിൽ പോയി മത്സരിക്കാൻ പറഞ്ഞ് സംഘടന പറഞ്ഞു. ഞാൻ പോയി നിന്നു. കഴിഞ്ഞ തവണയും തൊട്ടടുത്ത വേറൊരു വാർഡിൽ അവിടെയും സ്ഥാനാർത്ഥി ആകാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടെ പോയി നിന്നു. ഇപ്പോൾ വാർഡ് വിഭജനം വന്നപ്പോൾ എനിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് വാർഡ് വിഭജനത്തിൽ പുതിയ വാർഡായിട്ട് വന്നത്. അപ്പോൾ സംഘടന എന്നോട് അവിടെ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം പറഞ്ഞില്ലെങ്കിലും വർക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പിന്മേൽ ഞാനും വർക്ക് ചെയ്തു. ഇതെല്ലാ ഇവിടെ നിന്ന് മണ്ഡലത്തിൽ നിന്നും ജില്ലയിലോട്ടും ലിസ്റ്റ് പോയി. ജില്ലയിൽ നിന്നും തിരിച്ച് എൻ്റെ പേര് തന്നെയാണ് ഇവിടെ വന്നത്. അതെല്ലാം ഉറച്ചു വന്നപ്പോഴാണ് ഇവർ എനിക്കെതിരെ ഓരോ ആരോപണങ്ങളായിട്ട് ഇറങ്ങിയത്. ഇവർ പാർട്ടിയെ സ്വാധീനിച്ച് ഇത് മാറ്റാൻ നോക്കി. പക്ഷെ പാർട്ടി സംവിധാനം അതിൽ വഴങ്ങാതെ വന്നപ്പോഴാണ് എനിക്കെതിരെയുള്ള ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിയത്. അഥവാ സ്ഥാനാർത്ഥിത്വം കിട്ടിയാലും ജയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവരതൊക്കെ ചെയ്തത്. എന്താരോപണമാണെങ്കിലും ആത്മഹത്യ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ മരിക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി അല്ലേ? അങ്ങനെ മരിക്കാൻ തീരുമാനിക്കും മുമ്പ് അവസാന ആശ്രമം തേടണം. മരിക്കാൻ തീരുമാനിക്കുമ്പോൾ ശാലിനിയുടെ മഹിളാ മോർച്ച അല്ലെങ്കിൽ BJP RSS നേതൃത്വങ്ങളോട് ഈ സംഘടനകളൊക്കെ പറഞ്ഞിരുന്നതാണോ? പരാതി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് വീണ്ടും നാട്ടുകാരെ ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ആണ് ഞാൻ ആലോചിച്ചത്, വേറൊന്നും ആലോചിച്ചില്ല. ഓക്കെ, ഇനി അതൊന്നും ആലോചിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ആലോചന പോലും ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കണം. കാരണം മരിച്ചാൽ നഷ്ടം BJPക്കോ RSSനോ ഏതെങ്കിലും സംഘടനയ്ക്കൊന്നുമല്ല, കുടുംബത്തിന് മാത്രമാണ്. താങ്ക് യു ശാലിനി, സമാധാനമായിട്ടിരിക്കും. ശ്രീ VP ശ്രീവന്ദനാഭൻ, നോക്കൂ, ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ ആ യുവാവ് പാമ്പുടിച്ചവൻ എഴുതി വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന് കാരണം എന്ന് വളരെ കൃത്യമായി തന്നെ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ എഴുതി വെച്ച ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് പറയുന്നതിന് പകരം അയാൾ ശിവസേനക്കാരനാണ്, അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ അങ്ങേയറ്റം ക്രൂരമല്ലേ ശ്രീ VP? ഇതല്ലേ രാജീവ് ചന്ദ്രശേഖരൻ എപ്പോഴും പറയുന്ന #അപകടം പൊളിറ്റിക്സ്? അല്ല, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടില്ലേ? WR വരദരാജൻ എന്തിനാ ആത്മഹത്യ ചെയ്തറിയോ? അദ്ദേഹത്തിനെതിരെ ഒരു പാർട്ടിയിൽ പരാതി പോയി. അദ്ദേഹത്തെ പാർട്ടി ചില സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ചെന്നൈയിലെ പോരൂർ ലേക്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കാണപ്പെട്ടു. അന്വേഷിച്ച പോലീസ് പറഞ്ഞു അത് ആത്മഹത്യയാണ്. പാർട്ടി അച്ചടക്ക നടപടി എടുത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അന്ന് വാർത്ത കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടണം? നമ്മൾക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരും. അതിനൊക്കെ പരിഹാരം ആത്മഹത്യയാണോ? ഇപ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് വിജയൻ ആത്മഹത്യ ചെയ്തു. സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അദ്ദേഹം അത് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ആത്മഹത്യ ചെയ്തു. അതിന് ന്യായീകരിക്കാൻ പറ്റുമോ? ആത്മഹത്യ ചെയ്താലും അതിന് ന്യായീകരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ BLO ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്ര BLOമാരുണ്ട്? കേരളത്തിൽ 26,000 BLOമാർ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് മാത്രമേ സമ്മർദ്ദമുള്ളൂ? സമ്മർദ്ദമില്ലാത്ത ജോലി ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഈ പണി ഉപേക്ഷിച്ചിട്ട് അത് പോയി ചെയ്യാനാ. എനിക്ക് ഈ വക്കീൽ പണി വലിയ സമ്മർദ്ദമുള്ള പണിയാണ്. ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് ആ പണിക്ക് പോവുക. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സമ്മർദ്ദമുണ്ടാവും. പൊതുപ്രവർത്തനം നടത്തുമ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ പരിഹാരം ആത്മഹത്യയാണോ? അല്ല, ആത്മഹത്യ പരിഹാരമെങ്കിൽ ഒന്നും പറയാനില്ല. അല്ല VP, അല്ല, എന്റെ ചോദ്യം അതായിരുന്നില്ലല്ലോ. അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ 2 മക്കളെയും ഭാര്യ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കുന്നത് തെറ്റാണ്. ആലോചന പോലും തെറ്റാണ്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. VP നോക്കൂ, എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ടുപോയിച്ചിട്ടാൽ സാരമില്ല. പക്ഷേ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ഞാൻ RSSകാരനായി ജീവിച്ചിരുന്നതാണ്. ഈ മരണത്തിൽ തൊട്ട് മുമ്പ് വരെയും ഞാൻ ഒരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചത്. അതുതന്നെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിനു മുമ്പ് വളരെ ദീർഘമായ ആത്മഹത്യാക്കുറിപ്പാണ്. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് പാർട്ടി ബന്ധങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുകയാണ്. അതിലെന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കും എന്ന് നേതാക്കൾ പറയുന്നതിന് പകരം അയാൾ ശിവസേനക്കാരനാണ്, അയാൾ ഇന്ത്യ മുന്നണിയാണ്, അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ്. നോക്കൂ, അവിടെ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട ചോദ്യമാണ്.
ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് അവിടുത്തെ കുറെ വിവരം കെട്ടമാർ കൈയടിക്കുക. വി പി ഒരു മനുഷ്യത്വം എന്നൊരു സാധനമില്ലേ? ഒരു മനുഷ്യത്വം എന്നൊരു സാധനം വേണ്ടേ? നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ ജീവിത രാഷ്ട്രീയ യാത്ര ഒന്ന് പരിശോധിക്കൂ. അല്ല ഈ കാര്യം ഒന്ന് പറ. ഞാൻ പറയട്ടെ, ബി ഗോപാലകൃഷ്ണൻ മാനസിക വിഭ്രാന്തി എന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അത് കേട്ട് കൈയടിക്കുന്ന ഒരു വിവരം കെട്ട കൂട്ടം ശരിയാണോ വി പി? ഞാൻ പറയട്ടെ, അങ്ങൊരു RSS പ്രവർത്തിച്ചു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ CPM പോയി പ്രവർത്തിച്ചു, അതിനുശേഷം തിരിച്ചു വന്ന് BMS പ്രവർത്തിച്ചു, അതിനുശേഷം CPM സംസാരിച്ചു. CPM സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ ഞങ്ങളായി സംസാരിച്ചു എന്നതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന UBTയിൽ ചേരുന്ന വീഡിയോ ഉണ്ട്. ശിവസേനയുടെ പ്രാദേശിക നേതാക്കന്മാർ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. അത് വീഡിയോ ആണ്. വീഡിയോ ശിവസേന ഷിൻഡെ വിഭാഗത്തിലാണ് പോയതെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഞങ്ങളുടെ സഖ്യകക്ഷി NDA ആണ്. ശിവസേന UBT. ഞാൻ പറയട്ടെ ചോദ്യം നിങ്ങളെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ സെൻസിറ്റിവിറ്റി അളക്കാനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. എനിക്ക് മറുപടി തരാനുള്ള അവസരം തന്നാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന UBTയിൽ ചേർന്നത് വീഡിയോ ആണ്. അവരുടെ പാർട്ടിയുടെ എന്താ പറയുക ഹാൻഡിൽ അവരിട്ട വീഡിയോ ആണ്. അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൾക്ക് എങ്ങനെ ടിക്കറ്റ് കൊടുക്കാന്ന് ഈ പാർട്ടിയിലുള്ളോ തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ആത്മഹത്യക്കുറിപ്പ് ഞാൻ അയച്ചു തരാം. ഞാൻ RSSന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മണ്ണും മാഫിയ സംഘം RSSന്റെയും BJPയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് BJP സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ RSS പ്രവർത്തകരുടെ BJP പ്രവർത്തകരുടെ മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്താണ് എന്നും VP. എന്റെ ചോദ്യം, ഇത് BJPയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രശ്നത്തിൽ ഞാൻ മരിക്കുന്നു എന്നൊരു മനുഷ്യൻ ആത്മഹത്യാക്കുറിപ്പ് ചോദിച്ച് മരിക്കുമ്പോ അത് അന്വേഷിക്കുമെന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? അല്ലാതെ ഈ നിഷേധ വർത്തമാനങ്ങൾ പറയലാണോ ചെയ്യേണ്ടത് VP? ആയിക്കോട്ടെ, കേരളത്തിലെ പോലീസ് അന്വേഷിക്കട്ടെ ആ ആരോപണമൊക്കെ ശരിയാണോന്ന്. ഞങ്ങളടുത്തല്ലല്ലോ പോലീസ് സംവിധാനം അന്വേഷിക്കട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ മാഫിയ ബന്ധമുണ്ടെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. BJP വിട്ട് വേറൊരു പാർട്ടി എന്റെ ആഷ്മി ഇല്ല, BJP വിട്ട് വേറെ പാർട്ടിയിൽ പോയ കാര്യമല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് BJPക്കകത്തെ പ്രശ്നങ്ങൾ എനിക്ക് മരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത ഒരാളുടെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അന്വേഷിക്കണോ? പോലീസ് അന്വേഷിക്കട്ടെ. പാർട്ടി അന്വേഷിക്കണോ VP? പോലീസ് അന്വേഷിക്കണം. പാർട്ടി അന്വേഷിക്കണോ? പോലീസ് അന്വേഷിക്കട്ടെ. കേരള പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് BJPക്ക് അന്വേഷിക്കാൻ ബാധ്യതയുണ്ടോ? ഞങ്ങളെ പാർട്ടിയല്ല, അങ്ങൊരു വേറെ പാർട്ടി ചേർന്നു. ശരി, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കേരള പോലീസ് അന്വേഷിക്കട്ടെ. കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. അൺനാച്ചുറൽ ഡെത്തിന് FIR ഇട്ടിട്ടുണ്ടല്ലോ. അൺനാച്ചുറൽ ഡെത്തിന് FIR ഇട്ടിട്ടുണ്ടല്ലോ. പോലീസ് അന്വേഷിച്ചോട്ടെ. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന യുവാവ് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാവോ? ആയിക്കോട്ടെ. അദ്ദേഹം BJP വിട്ടിട്ട് വേറെ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മളെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന്. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റില്ല. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന സത്യപ്രസ്താവനയാണ്. അത് കള്ളമാവില്ല, അത് കള്ളമാവില്ല, സത്യമാകും. അത് കള്ളമല്ല സാറേ. സുപ്രീം കോടതി കൈവച്ചാൽ മതി. ഒരു മരിക്കുന്ന മനുഷ്യൻ കള്ളം പറയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി മനുഷ്യൻ കരുതുക. ആനന്ദ് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതം, എന്റെ പണം, എന്റെ ശരീരം, എന്റെ സമയം ഈ സംഘടനയ്ക്ക് സമർപ്പിച്ചതാണെന്ന്. ആ മനുഷ്യൻ പറയുന്നത് കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് പറ CVP. അത് കള്ളമാണോ? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഡൈയിങ് ഡിക്ലറേഷനിൽ തെറ്റ് വരുന്നു. ഇത് കള്ളമാണോ VP? ആനന്ദ് പറയുന്നത് കള്ളമാണോ?
ആനന്ദ് അവസാനമായി പറഞ്ഞത് കള്ളമാണോ? അത് പറയാൻ ധൈര്യമുണ്ടോ വി പി? അത് പറയാൻ ധൈര്യമുണ്ടോ വി പി? ആനന്ദ് അവസാനമായി പറഞ്ഞത് എഴുതിയത് കള്ളമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ വി പി? വി പി, ആനന്ദ് അവസാനമായി പറഞ്ഞ വാക്കുകൾ, എഴുതിയ അക്ഷരങ്ങൾ കള്ളമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളിങ്ങനെ തുള്ളിക്കളിക്കല്ല. നിങ്ങളിപ്പോ ഈ ബീഹാറിൽ BJP ജയിച്ചതിന്റെ വിഷമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഡാൻസ് കളിച്ചതായിരുന്നല്ലോ, അതിന്റെ ഒക്കെ വിഷമം തീർക്കുക. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയം പറ കേട്ടോ. പോലീസ് അന്വേഷിക്കട്ടെ, പിണറായിന്റെ ഇതിന്റെ പിന്നിൽ ആരാണ്? ഒരു മനുഷ്യൻ മരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘപ്രവർത്തകനാണ്, 10-16 വർഷം ജീവിച്ച മനുഷ്യനാണ്. അവിടെ MG കോളേജിലെ UUC ജയിച്ച ആളാണ്. MG കോളേജിനകത്തെ ശാഖയിൽ അവിടുത്തെ മുഖ്യ ശിക്ഷകായിരുന്ന ആളാണ്. നിങ്ങളുടെ കോഴിക്കോട്ട് ഒരു പ്രചാരകനായിരുന്ന ആളാണ്. അയാൾ മരിച്ച് സംസ്കാരം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് BP പറയുകയാണ് ഞാൻ ബീഹാറിലെ പ്രശ്നമാണെന്നല്ലേ? ഒരല്പം മനുഷ്യത്വം, ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം നേതാക്കൾക്ക് BP. ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം നേതാക്കൾക്ക് BP. അന്വേഷിച്ചോട്ടെ. വെറുതെ വായി തോന്നിയ വിളിച്ചു പറയല്ല, പോലീസ് അന്വേഷിക്കട്ടെ. ഓക്കെ. നിങ്ങൾ ആരാ അതൊക്കെ പറയാൻ? ശരി, ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യന്റെ മരണത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. BP പറയുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തോ പ്രശ്നമാണെന്ന് പറയാണ് BP അല്ലേ? എന്റെ ശ്രീപത്മനാഭ, ഒരു നേതാവല്ലേ ശ്രീപത്മനാഭ? അല്പം ദയവോടെ സംസാരിക്കണ്ടേ ശ്രീപത്മനാഭ? മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഒരു സംഘപ്രവർത്തകനല്ലേ ശ്രീപത്മനാഭ? ഒരു മനുഷ്യനല്ലേ ശ്രീപത്മനാഭ? അങ്ങാണ് ഓവറാക്കുന്നത് അല്ലേ? താങ്കൾക്ക് തോന്നുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാണെന്ന്. താങ്കൾക്ക് തോന്നുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ എന്തോ പ്രശ്നമാണ് തോന്നുകയാണ് അല്ലേ? അങ്ങനെ തോന്നിയാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പോലീസ് അന്വേഷിക്കട്ടെ. ആയിക്കോട്ടെ. ആരെയും വിമർശിക്കുന്നില്ല, പോലീസ് അന്വേഷിക്കട്ടെ. ഷിജു ഖാൻ പോലീസ് അന്വേഷിക്കട്ടെ. പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് എന്താ ബേജാറ്? നിങ്ങൾ ഇതിനങ്ങനെ തുള്ളുന്നത്? ഷിജു ഖാൻ, തിരുവനാലിന്റെ തെറ്റ് ചെയ്ത് ആരാണ് ശരി ചെയ്യുന്നത് പോലീസ് അന്വേഷിക്കട്ടെ. ഷിജു ഖാൻ FIR ഇട്ടുണ്ടല്ലോ അൺനാച്ചുറൽ ഡെത്തിന്. പോലീസ് അന്വേഷിക്കട്ടെ. 26 തവണയായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 26 തവണ പറയാണ് ഈ പോലീസ് അന്വേഷിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ. ഷിജു ഖാൻ, ഇവിടെ തിരുവനാലിന്റെ ആത്മഹത്യയിൽ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു വ്യാജം പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി VPയുടെ പാർട്ടി. CPMന്റെ രാഷ്ട്രീയ വേട്ട കള്ളം പറഞ്ഞു VPയുടെ പാർട്ടി. ഈ ആത്മഹത്യയിൽ എന്തെങ്കിലും തട്ടി ഒന്ന് അടങ്ങ് സാർ, അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. പോലീസ് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. പോലീസ് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? എന്റെ ചോദ്യം ഷിജു ഖാനോടാണ്. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കി ഞാൻ ഷിജുനോട് പോകും. ഓക്കെ. ഷിജു ഖാൻ എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് CPMന്റെ രാഷ്ട്രീയ വേട്ടയാണെന്ന് VPയുടെ പാർട്ടി കള്ളം പറഞ്ഞു. ഈ ആത്മഹത്യയിൽ എന്തെങ്കിലും തട്ടിത്തെറിച്ച് അടുത്തൂടെ CPM പോകാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇന്ന് ഷിജു ഖാൻ ഈ ആത്മഹത്യക്ക് മറുപടി പറയേണ്ട ഒരാളാണ്. ജയ ഷിജു ഖാൻ. ഹാഷ്മി, നിങ്ങൾക്ക് തന്നെയും അറിയാം, പല വിധ തിരക്കുകൾ കൊണ്ട് തന്നെ ഞാൻ തുടർച്ചയായി ടെലിവിഷൻ ചർച്ചയിൽ വരാൻ എനിക്ക് സാധിക്കാറില്ല. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് തിരുവനന്തപുരത്തുണ്ടായ ഈ സംഭവത്തെ സംബന്ധിച്ച് ഞാൻ തുടർച്ചയായി പ്രതികരിക്കുകയാണ്. അതിനൊരു പ്രധാന കാരണം, എന്നെപ്പോലുള്ള തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഇതിനകത്തൊരു വൈകാരികമായ ഒരു ഘടകം ഞാൻ കാണുകയാണ്. ഞങ്ങളുടെ ജില്ലയിൽ ഇങ്ങനെ തുടർച്ചയായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അസാധാരണ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇവിടെ വർഷങ്ങളായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന എല്ലാ പാർട്ടികളിലും പെട്ട വ്യത്യസ്തരായ ആളുകളെ പരിചയമുള്ള ഒരാളെന്ന നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ തിരുവനന്തപുരത്ത് അരങ്ങേറുകയാണ്. ഇപ്പോൾ അനന്ത് കെ തമ്പിയുടെ മരണത്തെ സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. പക്ഷേ എന്നെ ഇന്ന് കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം, ഇത്രയും കാലം 16-ാമത്തെ വയസ്സിൽ ഒരു RSS പ്രവർത്തകനായി തുടങ്ങി, ABVPയുടെ പ്രവർത്തകനായി, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറായി, പിന്നെ RSS നിയോഗമനുസരിച്ച് കോഴിക്കോട് പോയി പ്രവർത്തിച്ച് തിരിച്ചു വന്ന് തിരുവനന്തപുരത്തെ വിവിധ സംഘടനാ ചുമതലകൾ വഹിച്ച ഒരു ചെറുപ്പക്കാരനെ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ, മാനസിക സംഘർഷങ്ങൾക്കൊടുവിൽ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനാവുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു പ്രധാനപ്പെട്ട വാചകം എന്നെ വാസ്തവത്തിൽ എൻ്റെ ഹൃദയഭേദകമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത്, എൻ്റെ മൃതശരീരം നിങ്ങൾ എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും
RSSകാരെയും BJPക്കാരെയും അത് കാണിക്കരുത് എന്ന് ഇന്നലെ വരെ BJPയുടെ ഭാഗമായിരുന്ന ഒരാൾ ഹൃദയം പൊട്ടി അല്ലാതെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക അയാൾക്ക്? ഞാൻ അതാണ് ചിന്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ്റെ പരാമർശമാണ്. ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ BJPയുടെ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ എന്താണ്? മാനസിക വിഭ്രാന്തിയിലേക്ക് ഈ മരിച്ച ഇന്നലെ വരെ BJPക്കും RSSനും വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് പറയാൻ മടിയില്ലാത്ത വിധം സ്ഥാനാർത്ഥികളോ BJP പ്രവർത്തകരൊക്കെ നേതാക്കന്മാർ കൈയടിക്കുക. സത്യത്തിൽ എന്താണ്? അല്ല, സത്യത്തിൽ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീല പ്രവൃത്തി ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റും അതിനു മുന്നിൽ നിർലജ്ജം കൈയടിക്കാൻ മടി കാണിക്കാത്ത അണികളും എന്നതുള്ളത് ഞങ്ങളെപ്പോലുള്ളവരെ വളരെ വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നു, അങ്ങനെ സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നാൽ പലവട്ടം ആത്മഹത്യ ചെയ്യുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെയാണ് ഞാൻ ഇന്നലെയും എൻ്റെ സംശയം ഉടലെടുക്കുന്നത്. ഇത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായിരിക്കില്ല എന്ന് ഞാൻ കാണുകയാണ്. എന്താ അതിന് കാരണം? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് BJPയുടെ തിരുമല അനിൽ എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പത്മനാഭനേക്കാൾ, ശ്രീ ഗോപാലകൃഷ്ണനേക്കാൾ, പിന്നെ BJPയുടെ പല പ്രമുഖ നേതാക്കന്മാരെക്കാൾ വലിയ ജനകീയ അംഗീകാരമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ്റെ കൗൺസിലറായിരുന്നു അദ്ദേഹവും എന്തിനാണ് മരണം സ്വയം തിരഞ്ഞെടുക്കേണ്ടി വന്നത്? BJP ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയിൽ നടന്ന ഗുരുതരമായ ക്രമക്കേടുകൾ, നിയമവിരുദ്ധമായ അപ്പോയിൻമെന്റുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഭാരം മുഴുവൻ താൻ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയോടുകൂടി അദ്ദേഹം BJP സ്റ്റേറ്റ് പ്രസിഡന്റിനോട് തന്നെ സഹായിക്കാൻ പറയുകയാണ്. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തെ ഒരു വിധത്തിലും സഹായിക്കാൻ BJPയുടെ നേതൃത്വം തയ്യാറായില്ല. പിന്നെ ഒരു കാര്യം, ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ സംഭാഷണം ഉണ്ടല്ലോ, ആനന്ദിൻ്റെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരം കൊണ്ട്, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, ഞാൻ എൻ്റെ സമയം കൊണ്ട് ഞാൻ വിനിയോഗിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നോടിത് കാണിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഭീഷണികൾ വന്നിട്ടുണ്ടാകും. പിന്നെ ഇവിടെ ഉദ്ധവ് താക്കറെയും അതോടൊപ്പം പിന്നെ മഹാരാഷ്ട്രയിലെ ശിവസേന രാഷ്ട്രീയത്തെയും ഒക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം എന്താ ഹാഷ്മി? അതിന് കാരണം ഇത്രയും വർഷം BJP ആയിരുന്ന ഒരാൾ, RSS ആയിരുന്ന ഒരാൾ, RSSന്റെയും BJPയുടെയും തന്നോടുള്ള പെരുമാറ്റത്തിൽ മനംനൊന്ത് വ്യക്തമാണ്. അതാ ഞാൻ തഷിജുക്കാൻ രാജു പി നായർ, ഇവിടെ ഈ സീറ്റ് പ്രശ്നം, പൊട്ടിത്തെറി, പ്രതിഷേധം, രാജി നിങ്ങൾക്കിടയിലും ഉണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു ലിമിറ്റുണ്ട്. അതും കിടന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ അത് മാറുന്നുവെങ്കിൽ അത് നേതൃത്വത്തിന്റെ തികഞ്ഞ പരാജയമാണോ, അതോ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ ആൾക്കാരുടെ മാനസിക വിഭ്രാന്തിയാണോ? ഞാൻ പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ പോലും മനുഷ്യൻ പിടിവിട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട്. അവരെ ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കണം, ഒരു വാക്കുകൊണ്ടെങ്കിലും. രാജു പി നായർ. ഹാഷ്മി, നമ്മൾ ഈ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒക്കെ വെറുപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ, നമ്മൾ വെറുപ്പ് പ്രാക്ടീസ് ചെയ്താലുള്ള പ്രശ്നം, ആ വെറുപ്പ് മറ്റുള്ളവർക്കെതിരെ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവർക്കെതിരെയും വരും. അത് നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ BJPയുടെ ഒരു സഹോദരി അവർ പറഞ്ഞത് അവർക്കെതിരെ നടന്നിരുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ചാണ്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ എല്ലാ പാർട്ടിയിലും ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും അധികം ആൾക്കാർക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നതാണ്. അവർക്ക് പലർക്കും അവരുടെ താല്പര്യങ്ങളുണ്ടാവും, അവർക്ക് സീറ്റ് ലഭിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. അതില്ലാത്തത് നടക്കുന്നത് കോൺഗ്രസിനകത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അത്തരത്തിൽ നടക്കുന്നുണ്ട്. അത് പല ആൾക്കാരും റിബലായി മത്സരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ആൾക്കാരെയും കേൾക്കാനും അവരുടെ തീരുമാനത്തെ എന്താ പറയുക നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അംഗീകരിക്കാനും ഒരു ഡയലോഗിലൂടെ പരമാവധി പരിശ്രമിച്ച് അതില്ലാതെ പോകുമ്പോൾ ഉണ്ടാവുന്നതാണ് വിമതശല്യം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പരസ്പരം ഇരുന്ന് സംസാരിച്ച് അവരെ എങ്ങനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് സാന്ത്വനിപ്പിക്കാൻ പറ്റും എന്നെല്ലാം നോക്കി അവരോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടാണ് പല ആൾക്കാരും പിന്മാറുന്നു. അതിൽ കുറച്ച് പേര് വിമതരായിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് BJPയിൽ ഈ ഒരു സംവിധാനം ഇല്ലാതെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.
പല ആൾക്കാരും ഇന്നത്തെ പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചൊക്കെ ഉൾപ്പെടെയുള്ള, ഞാൻ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. പക്ഷേ അവിടെ തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പല BJP സുഹൃത്തുക്കളും നമ്മളോട് പറയുന്നത് ഈ പാർട്ടിക്കകത്തൊരു ഡയലോഗിന്റെ സാധ്യതയില്ലാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അവർ സംഘടനാ തലത്തിൽ അത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് വേണോ അല്ലെങ്കിൽ ഏകാധിപത്യത്തോടു കൂടി വേണോ ജനാധിപത്യത്തോട് വേണം എന്നൊക്കെ അവരുടെ ചോയ്സാണ്. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളമുള്ള പ്രശ്നം, ഒരു മനുഷ്യൻ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ഈ പാർട്ടിയെ പ്രതിസന്ധിയിലായിക്കൊണ്ട് ഈ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിനകത്തൊരു ആത്മഹത്യ പറഞ്ഞിരിക്കുന്നു. നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ എന്താ? ആ മരണപ്പെട്ട മനുഷ്യനെ സംശയത്തിന്റെ മുന്നിൽ നിർത്താതിരിക്കുക എന്നുള്ളതാണ്. മരണപ്പെട്ട മനുഷ്യനെ സംശയത്തിന്റെ മുന്നിൽ നിർത്താതെ അവർക്ക് ഉണ്ടായ വിഷയത്തെ സംബന്ധിച്ച് സമാധാനപരമായി ജനാധിപത്യപരമായി അല്ലെങ്കിൽ മനുഷ്യത്വപരമായി അഡ്രസ്സ് ചെയ്യാതെ. ഇപ്പോൾ പലപ്പോഴും ആ സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം വിജയേട്ടന്റെ മരണത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. വിജയേട്ടന്റെ മരണം നടന്നു, ഞങ്ങളെ സംബന്ധിച്ചോളം ഒട്ടേറെ കാര്യം അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഒട്ടേറെ ഉണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളൂ. പാർട്ടിക്ക് സംബന്ധിച്ചോളം അതിനകത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്താ പറയുക, അതിനകത്ത് പറയാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആ വിജയേട്ടന്റെ കുടുംബത്തെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർ പല പ്രാവശ്യം വന്ന് ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ പോലും ഞങ്ങൾ ഏറ്റെടുത്ത അവരുടെ കടം മുഴുവൻ തീർക്കുക എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം അതറിയോ, വിജയേട്ടനോടുള്ള ഞങ്ങളുടെ സ്നേഹവും വിജയേട്ടന് സംഭവിച്ചുള്ള ഞങ്ങൾക്ക് ഉള്ള സഹതാപവും ഞങ്ങളുടെ കുറ്റബോധവും ഒക്കെയാണ്. പക്ഷേ ഈ പാർട്ടി ഇന്ന് ചെയ്യുന്നത് എന്താ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വെറുപ്പിനെ കുറിച്ച് പറയുന്നത്. ആ വെറുപ്പിൽ നിന്ന് ഈ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന മനുഷ്യരെ പോലും വിശ്വാസത്തിലെടുക്കാതെ അവരെ ഈ രണ്ടുപേരും പറഞ്ഞെന്താ, രണ്ടുപേരും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം വന്നപ്പോൾ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നു, അവരെ തേജോവധം ചെയ്യുന്നു. മരണത്തിന് ശേഷം ഞാൻ ഈ പറയുന്നില്ല, ഗോപാലകൃഷ്ണന്റെ പ്രസംഗവും കയ്യടിയൊക്കെ നമ്മളോട് ചർച്ച ചെയ്തു, ഞാൻ പറയുന്നില്ല. അത്തരത്തിലൊരു സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നാണോ? അല്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താ ഹാഷ്മി? ഈ വാക്ക് എഴുതി വെച്ച് മരിക്കുന്ന രണ്ടാമത്തെ ചെറുപ്പക്കാരൻ എന്താ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSS പ്രവർത്തകനായി എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSS പ്രവർത്തകനായി എന്ന് എഴുതി വെച്ച് മരിക്കുന്ന രണ്ടാമത്തെ ചെറുപ്പക്കാരനാണ് മാസങ്ങൾക്കുള്ളിൽ. ഒന്ന് അനന്തു സജി, ഇപ്പൊ ആനന്ദ സ്തംഭി, ഇല്ലേ? ഈ RSSന്റെ വിദ്വേഷ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം ഈ കേരളത്തിലുള്ള മനുഷ്യർ തിരിച്ചറിയണം. അതിനകത്ത് നിൽക്കുന്നവർക്ക് പോലും നിൽക്കാൻ കഴിയാത്ത, ജീവിതം കൊണ്ട് മരണമൊഴി കൊണ്ട് കുറ്റപാത്രമാക്കി മാറ്റിയ മരണങ്ങളാണ് ഇത് രണ്ടും. അനന്തു സജിയുടെ അത് വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അത് കേട്ട അത് മൊത്തത്തിൽ കേട്ടിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു സമീപനങ്ങൾ ഒരു ജീവിതം മുഴുവൻ കുട്ടിച്ചോറാക്കിയതെന്നും മിടുക്കനായ ഒരുത്തന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ എം എസ് കുമാർ പറഞ്ഞു അവിടെ പണം എടുത്തവർ മൊത്തം BJP കാരാണെന്ന് പറഞ്ഞു. എം എസ് കുമാർ ഇപ്പൊ നേതാവല്ലെന്നാ പറഞ്ഞു. എസ് കുമാറിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. എസ് കുമാർ, ഞാൻ പറയട്ടെ, എസ് കുമാർ അത്രയും പരിണതപ്രജ്ഞനായ എസ് കുമാർ എന്ന് പറയുന്ന നേതാവ് അതിനകത്ത് ഒരു BJPയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോ എന്താ പറഞ്ഞത്? അയാൾ നേതാവല്ല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ജീവിതം മുഴുവൻ RSS BJPയുടെ സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കിയ എസ് കുമാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ആർജിച്ച മനോധൈര്യത്തിന്റെ പേരിലല്ലേ അദ്ദേഹം ഒരുപക്ഷെ കടുത്ത തീരുമാനം എടുക്കാതെ നിൽക്കുന്നത്? അപ്പൊ എല്ലാവരെയും മാനസികമായിട്ട് തളർത്തുക എന്നുള്ളത് രാഷ്ട്രീയമായി കൊണ്ടു നടക്കരുത്. വിദ്വേഷം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൊണ്ടു നടക്കരുത്. ആ വിദ്വേഷം നിങ്ങൾ മനസ്സിലുണ്ടാക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ആൾക്കാരുടെ ഇടയിൽ പോലും ഉപയോഗിക്കും. നേരത്തെ ശ്രീ VP ശ്രീധരനാഥൻ പറഞ്ഞു അഭിനയമാണെന്നോ അല്ലെങ്കിൽ അഭിനയം നിർത്ത് എന്നൊക്കെ പറയുന്നു. അഭിനയമല്ല ശ്രീ VP. എനിക്ക് ആനന്ദിനെ അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരനെ പോലെ കാണുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്. ആ വേദന നേർക്കുന്നവർ അറിയാം. അപ്പോൾ അത് അഭിനയമൊന്നുമല്ല, അത് സങ്കടം ഉള്ളിലുണ്ട്. ഇപ്പം ഇതൊന്നും അല്ലാതാവട്ടെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു വൈകാര്യത ഉണ്ടാവില്ലേ? അത് മനുഷ്യനാവുമ്പോഴാണത്രേ ആ വൈകാര്യത മനസ്സിലാവുള്ളൂ ആർക്കും. ഞാൻ എത്താം. ശ്രീ അജിൻ, താങ്കൾ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണ്, ശരിയാണ്. പക്ഷേ ആനന്ദുമായി നിൽക്കുന്നവർ അറിയാവുന്ന ആളാണ്. ഈ പറയുന്ന രീതിയിൽ നേരത്തെ ശ്രീ VP ശ്രീധരൻ പറഞ്ഞ പോലെ CPM-ലോട്ട് വന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ CPM-ലോട്ട് LDF-ലോട്ടൊരു ആലോചന ആനന്ദ് നടത്തിയതായി കേൾക്കുന്നുണ്ട്. ആനന്ദ് എങ്ങനെയുള്ള വ്യക്തിയാണ്? എന്തിനാണ് ആനന്ദ് ആ കടുക ചെയ്തതെന്നാണ് ഒരു അജിൻ്റെ ബോധ്യം? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആനന്ദ് കെ തമ്പിയെ BJP RSS നേതൃത്വം കൊന്നതാണ്. കാരണം ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമല്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ RSS BJP നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി ആനന്ദ് മാറി. അയാൾക്ക് നിരന്തരമായ ഭീഷണികളുണ്ടായി. അതെല്ലാം പോലീസ് അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേ തുടർന്നാണ് അന്ന്
ആ ജയനഗർ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെയും അവിടുത്തെ പ്രാദേശിക പാർട്ടി സഖാക്കളുടെയും സഹായം ആനന്ദ് തേടുന്നത്. ഇത് അറിഞ്ഞ BJPക്കാർ അല്ലെങ്കിൽ RSSൻ്റെ പ്രവർത്തകർ ആനന്ദിനെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും അയാൾ അതിൽ നിന്നും പിന്മാറുന്ന ഒരവസ്ഥയുണ്ടായി. ആനന്ദ് പറഞ്ഞത്, എനിക്ക് പ്രശ്നമാണ്, 4 സൈഡിൽ നിന്നും എനിക്ക് ഭീഷണി ഉണ്ടാകുന്നു, 2 ദിവസം കൂടി എനിക്ക് സമയം തരണം, ഞാൻ അത് ഒന്നുകൂടി ആലോചിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞതെന്താണ്, ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ട് ആനന്ദ് ആത്മഹത്യ ചെയ്തു എന്നാണ്. തൻ്റെ ജീവിതം മുഴുവനും RSS ആശയത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ചെറുപ്പക്കാരൻ. അല്ല, അജിനെ ആനന്ദിനെ എത്ര നാളായി അറിയാം? ഞാൻ മനസ്സിലാക്കുന്നത് ആനന്ദ് ഇപ്പൊ പ്രേക്ഷകർ ഈ കാണുന്നത് ഈ CAA വിരുദ്ധ BJP വേദിയിൽ സംസാരിക്കുന്ന ആനന്ദിന്റെ ചിത്രമാണ് പ്രേക്ഷകർ നേരെ തൊട്ടുമുമ്പ് കണ്ടത്. അജിൻ 16-ാം വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തകനാണ്. MG കോളേജിൽ അവിടെ ഒരു RSSന്റെ ശാഖ കോളേജിനകത്തുണ്ടല്ലോ, അതിന്റെ മുഖ്യ ശിക്ഷകായിരുന്നു. തിരുമല ഉപനഗരത്തിന്റെ കാര്യവാഹകൻ, പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആളാണ്. കോഴിക്കോട് പ്രചാരകനായി പോയിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അടിമുടി ഐഡിയോളജിക്കൽ RSSകാരനാണ്. അതെ, ആനന്ദ് MG കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറായിരുന്നു. ഏതാണ്ട് 10-30 വർഷമായിട്ട് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആനന്ദിൻ്റെ വീടിന് തൊട്ടടുത്താണ് ഞാനും താമസിക്കുന്നത്. അവിടെ നാട്ടുകാരുടെ ഇടയിൽ വളരെ സമ്മതനായിട്ടുള്ള, വളരെ സൗമ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ആനന്ദ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വേറെ ആയിരിക്കാം, ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സമ്മതനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആനന്ദ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യം തിരുവനന്തപുരം നഗരത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്, പ്രചരണത്തിനിറങ്ങുന്നത് UDF ആണ്. അതിന് തൊട്ടുപുറകെ LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നില്ല. എന്നിട്ട് പോലും ആനന്ദും ഒരു വനിതാ പ്രവർത്തകയും 3 പേരടക്കം ആ വാർഡ് മേഖലയിൽ സ്ക്വാഡിറങ്ങി, ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, എന്നെ വോട്ട് തന്ന് എന്നെ ജയിപ്പിക്കണം എന്നുള്ളതാണ്. ആനന്ദുമായി ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ആ പ്രദേശത്ത് അറിയാവുന്ന മുഴുവൻ പേരോടും ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള വിവരമാണ് ആനന്ദ് പങ്കുവച്ചത്. നിർഭാഗ്യവശാൽ BJPയുടെ ലിസ്റ്റ് വന്നപ്പോൾ ആനന്ദ് തഴയപ്പെട്ടു. സ്വാഭാവികമായും അതിൻ്റെ ഒരു മാനസിക ആഘാതം അങ്ങേർക്കുണ്ടായിട്ടുണ്ടാവും. ഇവിടെ അതല്ല വിഷയം. ആനന്ദ് CPM അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അല്ല, ആനന്ദ് CPM വരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അത്രേ ഉള്ളൂ. CPM-കാരൊന്നും അല്ലായിരുന്നു. ഈ പറയുന്നത് പോലെ വരാൻ വേണ്ടിയിട്ടുള്ള BPR നേരത്തെ ആരോ പറഞ്ഞു കേട്ടു. ആനന്ദ് CPM-ലോട്ട് പോയി, CPM-ൽ നിന്ന് ഇറങ്ങി BMS-ലോട്ട് പോയി, BMS-ൽ നിന്ന് കേരള കോൺഗ്രസിലോട്ട് പോയി, ആരോ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. CPM-ലോട്ട് വന്നിട്ടില്ല, വരാൻ വേണ്ടിയുള്ള താല്പര്യം കാണിച്ചാ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം RSSകാരനായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ BJP പ്രവർത്തകനായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. കഴിഞ്ഞ 3 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ പ്രദേശത്ത്, ഈ ജയനഗർ പ്രദേശത്ത് BJPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആനന്ദായിരുന്നു. കാരണം വലിയൊരു ബന്ധുബലയം ആനന്ദിന് ആ പ്രദേശത്തുണ്ടായിരുന്നു. ആനന്ദ് BJPയുടെ നിരവധി നേതാക്കളുമായി വേദി പങ്കിട്ടിട്ടുണ്ട്, സ്ക്വാഡുകൾ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ആനന്ദ് തള്ളിപ്പോയി. സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ടു. 2 ദിവസമേ ആ പോസ്റ്റിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിരവധി പേർ എന്നെ വിളിച്ചു, ഇങ്ങനൊരു വിഷയമുണ്ട്, ആനന്ദുമായി സംസാരിക്കണം, ആനന്ദിനെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം. ഞാൻ പറഞ്ഞു, അതവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും പ്രവർത്തന രീതികളുമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം എന്നാണ് അവരോട് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞു, ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ ഇപ്പോഴും
അദ്ദേഹത്തിൻ്റെ ആനന്ദിൻ്റെ പല സുഹൃത്തുക്കളുടെയും ഫേസ്ബുക്ക് പേജുകളിൽ ആ പോസ്റ്റുണ്ട്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഈ ആ കത്തിൽ ആ മെസ്സേജിൽ പറയുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി നിരന്തരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അവിടെ ആ ചുറ്റുവട്ടത്തുള്ള അവിടുത്തെ കോൺഗ്രസ് എന്നോ മാർക്സിസ്റ്റ് പാർട്ടി എന്നോ BJP എന്നോ ഉള്ള ഏത് പ്രവർത്തകരോട് ചോദിച്ചാലും അതെല്ലാം അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ചെറിയൊരു കച്ചവടക്കാരനല്ല. ലക്ഷങ്ങൾ മുതൽ മുടക്കിക്കൊണ്ട് വളരെ വലിയ സാമ്പത്തിക അടിത്തറയുള്ള ഒരു സ്ഥാപനവും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നും വന്ന ആളാണ്. നേതാക്കൾ ഒരു നല്ല വാക്ക് പറഞ്ഞ് അത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നേതാക്കൾ നല്ല വാക്ക് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ നല്ല വാക്ക് ഉണ്ടാവുന്നില്ല എന്നാണ് പ്രശ്നം. ഒരു കൈ രക്ഷാകരം ഉണ്ടാവണ്ടേ, അത് ഉണ്ടാവുന്ന പറഞ്ഞു ഒരു BLO ആത്മഹത്യ കാര്യം ജീവിതം തന്നെ അയാളുടെ ജീവിതം തന്നെ, അല്ലെങ്കിൽ ഈ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ അയാൾ ജീവിച്ചത് അത് തന്നെ ഒരു അർത്ഥമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ആ പ്രസ്ഥാനത്തിന് വേണ്ടി അതാണ് എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുക. ആ പ്രസ്ഥാനം ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയും ജീവൻ കൊടുത്ത് ആത്മാർത്ഥമായി നിൽക്കുമ്പോൾ തഴയപ്പെടുമ്പോൾ ശരി തഴയപ്പെട്ടു ഒരു നേതാവ് പോയി പൊട്ടുപോനെ എന്ന് സമാധാനിപ്പിക്കാത്തിടത്താണ് ഇപ്പോൾ അത് ഒരു BLO ആത്മഹത്യ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഈ പോയൊരു 10 ദിവസം സ്വകാര്യ കമ്പനികൾ സെയിൽസ് ചാർജ് കൊടുക്കും പോലെയാണ്. ഓട്ടത്തിലാണ് പാവങ്ങൾ. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പാടാണ്. ആദ്യമായി BLO ആവുകയാണെങ്കിൽ ഇരട്ടിയാണ് കഷ്ടപ്പാട്. ഗ്രൗണ്ടിൽ എത്ര പേർക്കറിയാം എന്താണ് SIR? ആ കൺഫ്യൂഷനാണ്, ആശങ്കയാണ്. തെറ്റുവല്ലം പറ്റിയ പൗരത്വം തന്നെ ഇല്ലാതാകുമെന്ന പേടിയാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെ ദൗർഭാഗ്യമായ സംഭവങ്ങൾ ആഗ്രഹിക്കാനേ കഴിയും. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ടോ? ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ നേരത്തെ തിരുമലാനിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൽ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞു. നാട്ടുകാർക്കും BJP-ക്കാർക്കും എല്ലാവർക്കും മനസ്സിലായി ആരാണ് നമ്മുടെ ആൾക്കാർ. എന്നിട്ട് V. മുരളീധരൻ അന്ന് കളിയാക്കി ചോദിച്ചത് നമ്മുടെ ആരാ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അതുകൊണ്ട് CPM തലയെ വെച്ചു. കാഞ്ഞിരപ്പള്ളിയിലുള്ള അനന്തു സജി വ്യക്തമായി പറഞ്ഞു, NM എന്നൊരു RSS നേതാവ് 4 വയസ്സ് മുതൽ പീഡിപ്പിച്ചു. പിന്നെയും ക്യാമ്പിൽ റേപ്പുണ്ടായി. ഒരു മനുഷ്യൻ അവസാനമായി പറഞ്ഞിട്ട് കയറെടുത്ത് ഹോട്ടൽ മുറിയിൽ പോയി തൂങ്ങി മരിച്ചു. അതും കള്ളമാണെന്ന് പറഞ്ഞു. VP ശിവനാഥൻ, ഇങ്ങനെ ഈ നിരാകരണത്തിൽ നിങ്ങളുടെ നേതാക്കളുടെ നിങ്ങളുടെ പ്രവർത്തകരുടെ മരണത്തിൽ എത്ര കാലം തള്ളിപ്പറയൽ സാധ്യമാകും? നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ കാണുന്നില്ല ഇതൊക്കെ? VP അടക്കട്ടെ, അതിന് ഞാൻ ഉത്തരം പറയാം. ഷിജു ഖാൻ എന്താ പറഞ്ഞ്? BJP ഭയങ്കര മോശമാണെന്നില്ലേ? BJPയിൽ ആത്മഹത്യ ചെയ്തതും ശ്രമിച്ചതൊക്കെ താഴെത്തട്ടിലുള്ളവരാ. പോളിറ്റ് ബ്യൂറോ മെമ്പർ ആത്മഹത്യ ചെയ്ത പാർട്ടി അല്ലേ എൻ്റെ ഷിജു ഖാന്? ഇനി ആ പാർട്ടിയിൽ ആത്മഹത്യ ചെയ്യാൻ ആരാ ഉള്ളത്? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ ഉള്ളൂ? നിങ്ങളെ പോളിറ്റ് ബ്യൂറോൻ്റെ മുകളിലുള്ളത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ? ഒരു പാർട്ടിയുടെ പരമോന്നത ബോഡിയിലുള്ള ആള് പാർട്ടി നടപടിയെടുത്തതിന് ആത്മഹത്യ ചെയ്തത് പാർട്ടിയാ ഉത്തരവാദി അല്ലേ? വരദരാജന്റെ ആത്മഹത്യക്ക് ഉത്തരവാദി പാർട്ടിയാ. നിങ്ങൾ അച്ചടക്ക നടപടി എടുത്തപ്പോഴാണ് അങ്ങോട്ട് പോയി ആത്മഹത്യ ചെയ്ത്. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക പോളിറ്റ് ബ്യൂറോ മെമ്പർ ആത്മഹത്യ ചെയ്ത പാർട്ടി. രാജു പി നായർ പറയുന്നു ഭയങ്കര സ്നേഹം ആണ് കോൺഗ്രസിന്, BJPയിൽ വെറുപ്പാന്ന്. വിജയൻ ആത്മഹത്യ ചെയ്ത് എന്തിനറിയോ? വിജയനെ മുൻനിർത്തി നിങ്ങളെ പാർട്ടി ഭരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിച്ചു ആൾക്കാരോട്. വിജയനെ മുൻനിർത്തി അയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ആ പൈസ മുഴുവൻ നിങ്ങളുടെ നേതാക്കന്മാരെ അടിച്ചു മാറ്റി. എന്നിട്ട് സ്നേഹം, ഇതാണ് സ്നേഹം. എന്നിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാനില്ലാണ്ടായപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ കടം വീടിന്ന് എന്നാൽ പിന്നെ അയാളുടെ ജീവനും കൂടി ഞങ്ങൾ വാങ്ങി കൊടുക്കുമോ? നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ തട്ടിപ്പുകാരനാണ് ആത്മഹത്യ ചെയ്തത്. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അതറിയല്ലേ? നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥിയെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ജയിക്കാൻ വേണ്ടി ഹാഷ്മിന്റെ വക ഒരു സൗജന്യ പ്രചരണമാണിത്. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ആരൊക്കെയോ ഭീഷണിപ്പെടുത്തി അജിനെ. പരാതി ഇപ്പം ഈ ചർച്ച കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് ഈ ആത്മഹത്യ ചെയ്ത അനന്തുവിനെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരെ പേര് പറഞ്ഞു കൊടുക്ക്. സബ് ഇൻസ്പെക്ടർ അല്ല സർക്കിൾ ഇൻസ്പെക്ടർ എടുത്ത്. അതാ ചെയ്യേണ്ടത്. ചേനലിൽ വന്നിട്ട് കള എന്ന് പറയലല്ല. അനിലിന്റെ ആത്മഹത്യയിൽ BJP നേതാക്കന്മാരുടെ പേരിൽ കേസുണ്ടോ? ഉണ്ടോ? കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാന്നാ ഞാൻ മനസ്സിലാക്കി. ആഭ്യന്തര വകുപ്പ് CPMന്റെ കയ്യിലാന്നാ ഞാൻ മനസ്സിലാക്കി. ഉണ്ടോ? ഇനി പോട്ടെ, ഈ ആത്മഹത്യന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടോ? BJP നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അനന്തു ആത്മഹത്യ ചെയ്തതെന്ന്? ഇപ്പൊ പോണം, ഒരു നിമിഷം ലേറ്റ് ആക്കി. ചർച്ച കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ നേതാക്കന്മാരെ പേര് പറയണം, തെളിവും കൊടുക്കണം.
ചാനലിൽ വന്നിട്ടല്ല ക്രിമിനൽ കേസ് കളകളാന്ന് പറയുക, അതിന് സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. ഇതൊക്കെ മൂന്നാം കട രാഷ്ട്രീയമാണ്, മൂന്നാം കട രാഷ്ട്രീയം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏത് പാർട്ടിയിൽ ആത്മഹത്യ നടക്കാത്തത്? പോളിറ്റ് ബ്യൂറോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് CPM-ൽ. കോൺഗ്രസിൽ നേതാക്കന്മാർ ഒരാളെ പിടിച്ച് മുൻനിർത്തി നിയമനത്തിന് പൈസ വാങ്ങിയിട്ട് ഒരു സാധുവിൻ്റെ തലയിൽ അത് കെട്ടിവെച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചു. നേതാക്കന്മാരുടെ പേരിൽ കേസാ. ഇവിടെ ഒരു BJP-കാരൻ്റെ പേരിലും കേസില്ല. ഉണ്ടോ? ഉണ്ടോ? ഏത് BJP-കാരൻ്റെ പേരിലാണ് കേസ്? കേരള പോലീസ്, പിണറായിന്റെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അത് പറ. നിങ്ങൾ നിയമം പറ. ഇതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഇതൊന്നും അവിടുന്ന് ഇവിടുന്ന് പറയേണ്ട കാര്യങ്ങളല്ല, നിയമപരമായ കാര്യങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് സീറ്റ് കിട്ടും, ചിലർക്ക് സീറ്റ് കിട്ടൂല. സീറ്റ് കിട്ടാത്ത ഒരു ആത്മഹത്യ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ, അതിനൊന്നും ഞങ്ങൾക്ക് വിരോധമാണ്. നിങ്ങളുടെ ആത്മഹത്യ പ്രോത്സാഹനമായി ഞങ്ങൾ കണക്കാക്കും, അല്ലെങ്കിൽ ജനങ്ങൾ കണക്കാക്കട്ടെ. പിന്നെ ഹാഷ്മി പറഞ്ഞു ഇത് ഞങ്ങൾ നിയമ പറയുന്നത്. ഒരു സഹകരണ സംഘത്തിൽ മുരളീധരൻ പറഞ്ഞത് നിയമല്ലേ? ഒരു സഹകരണ സംഘം ലോൺ കൊടുക്കുക മാനദണ്ഡ അങ്ങൊരു പാർട്ടിയുടെ ഔദ്യോഗിക വക്താവല്ലേ? ഞാൻ പറയട്ടെ, അനാവശ്യം പറഞ്ഞു പാർട്ടിനെ പറ്റിയിട്ട്. കള തന്നെയാണ്. എന്താ പറഞ്ഞത്? അനാവശ്യം എന്താ പറഞ്ഞത്? കേട്ടോ, ആത്മഹത്യാ പ്രോത്സാഹനം എന്ന വാക്കൊക്കെ ഒരു BJP-യുടെ ഒഫീഷ്യൽ വക്താവ് വന്നിരുന്നു പറയുക. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അനാവശ്യ. ആങ്കർ എന്ന നിലയിൽ VP വന്നിരുന്നത് BJP-യുടെ ഒഫീഷ്യൽ വക്താവ് വന്ന് പറയുകയാണ് ആത്മഹത്യാ പ്രോത്സാഹനം അല്ലേ? ഞാൻ പറയുമ്പോ ഇടേ കയറില്ല. സഹതാപാർഹം ഞാൻ സഹതാപാർഹം കേട്ടോ, ഇത്രയും ബാലിശമാവില്ല. ഏതോ വക്കീലെന്തൊക്കെയോ അല്ലേ? ഇത്ര ബാലിശമാകാമോ? ഇങ്ങനെ നിലവാരം താഴാമോ? VP കഷ്ടമാണ്. ഒരു ആത്മഹത്യയുടെ ഒരു മനുഷ്യന്റെ സംസ്കാരം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സംഘപ്രവർത്തകനാണ്, നിങ്ങളുടെ സംഘപ്രവർത്തകനാണ്. സംസ്കാരം കഴിഞ്ഞിട്ടില്ല. 2 മക്കളാ വീട്ടിലുണ്ട്, അനാഥമായൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളകളാന്ന് പറയുന്നത്. VP ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളകളാ വർത്താനം പറയുന്നത്. ഏത് BJP-കാരന്റെ പേരിലാ കേസ്? ഏത് BJP-കാരന്റെ പേരിലാ കേസ്? ഏത് പോലീസ് സ്റ്റേഷനിലാ കേസുള്ളത്? അത് പറ. പിന്നെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ലോൺ കൊടുത്താൽ ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ നിയമ നടപടി എടുക്കണം. അതാണ് സഹകരണ സംഘങ്ങൾ ചെയ്യുക. ഒരാൾ ലോൺ എടുത്ത് പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ നിയമ നടപടി എടുക്കണം. അസിസ്റ്റന്റ് രജിസ്ട്രാർ കോടതിയുണ്ട് സഹകരണ വകുപ്പിന്റെ. എടുക്കട്ടെ ഷിജു ഖാൻ, ഇവിടെ VP ചട്ടങ്ങളും നിയമങ്ങളും പറയുകയാണ്. VPക്ക് ഉറപ്പുണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയോ? അതെ, ഞാൻ പറയുന്നത് ഷിജു ഖാൻ. അതെ, ഷിജു ഖാൻ ഇവിടെ ഒരു മിടുക്കനായ സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. അവനൊരു ജോലിയിൽ എക്സൽ ചെയ്തൊരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ RSS ക്യാമ്പിലുണ്ടായി ഈ പറയുന്ന പീഡനങ്ങൾ, ഈ പറയുന്ന റേപ്പിൽ അങ്ങ് മനം നൊന്ത് ഷാറ്റേറായി ജീവിതം നരകതുല്യമായി. ഏറ്റവും ഒടുവിൽ എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ആ വീഡിയോ ഷിജു ഖാൻ കേട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യനായി പിറന്ന ഒരാൾക്ക് അത് മൊത്തം കേൾക്കാൻ കഴിയില്ല. അത്രമാത്രം വേദനയുടെ പരമാവധി പരകോടി ആ ശബ്ദങ്ങളിലുണ്ട്. എന്നിട്ട് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഈ പറയുന്ന ഫാനിൽ കഴുത്തിട്ട് തൂങ്ങി മരിച്ചു. NM നടക്കം പേരടക്കമുണ്ട്. ഇതുവരെ ആരെങ്കിലും അറസ്റ്റിലായോ ഷിജു ഖാൻ? തിരുവനന്തപുരം ആത്മഹത്യ എന്തെങ്കിലും സംഭവിച്ചോ ഷിജു ഖാൻ? അതുകൊണ്ട് VP പറയുന്നത് വെറുതെ അല്ല. VPക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഒന്നും സംഭവിക്കില്ല എന്ന്. ഞാൻ ഇപ്പോൾ നടന്ന അന്വേഷണങ്ങളെ സംബന്ധിച്ചോ അറസ്റ്റിലായവരുടെ വിവരങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഞാൻ ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങളോട് പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് പറയാം. കാരണം നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ഈ ചർച്ചകൾ തുടരുമല്ലോ. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ പറയാം. ഈ ശ്രീ പത്മനാഭനും ഗോപാലകൃഷ്ണനുമൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും. കാരണം അവരുടെ തിരുവനന്തപുരം ബന്ധവും തിരുവനന്തപുരത്തെ അനുഭവവും ഒക്കെ വളരെ പരിമിതമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിരുവനന്തപുരത്തെ BJP നേതാക്കന്മാർ, BJPയുടെ 2 ജില്ലാ ഘടകങ്ങളുണ്ടല്ലോ, ആ ജില്ലാ ഘടകങ്ങളുടെ ഭാരവാഹികൾ, BJPയുടെ തിരുവനന്തപുരത്തെ പ്രമുഖരായ നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ടോ? ഇപ്പോൾ മറ്റു ചില പ്രയോഗങ്ങളൊക്കെയാണ് ഇവിടെ നടത്തിയത്. അങ്ങനെയൊന്നും അവർക്കിവിടെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താ? 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യവും അത്തരമൊരു കാലാവസ്ഥയൊക്കെ പ്രയോജനപ്പെടുത്തി തിരുവനന്തപുരം പട്ടണത്തിൽ കടന്നു വരാൻ BJP നടത്തിയ വലിയൊരു ശ്രമവും കുറേയധികം ആ ഘട്ടത്തിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 2025 എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അധികാരത്തിൻ്റെ മറവിൽ BJP നേതാക്കന്മാരും RSS നേതാക്കന്മാരും ചെയ്തു കൂട്ടിയ ഹീനകൃത്യങ്ങൾ
സാമ്പത്തിക തട്ടിപ്പുകൾ, സഹകരണ സൊസൈറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ക്രമക്കേടുകൾ, മണ്ണ് മാഫിയ ബന്ധം, ഇതെല്ലാം ആരാണ് ഹാഷ്മി പറയുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണോ? രാഷ്ട്രീയ ആരോപണം അല്ല, മറിച്ച് BJP നേതാക്കന്മാരുടെ തന്നെ സ്റ്റേറ്റ്മെന്റുകളല്ലേ? അല്ല, അപ്പോൾ ഇവിടെ അന്വേഷിക്കാൻ ശ്രീ പത്മനാഭൻ പറയുന്നത് പോലീസിൽ പോകൂ. അല്ല, VP വെല്ലുവിളിക്കുകയാണ്. അന്വേഷിക്കൂ, പിടിച്ചകത്തിടൂ, മാഫിയക്കാരോട് പിടിച്ചകത്തിടൂ, VP കോൺഫിഡൻസ് എന്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ലാത്തതുകൊണ്ടാണ്. അല്ല, ഒരു കാര്യം, ശ്രീ പത്മനാഭൻ അങ്ങനെ പോലീസിന് കേസെടുക്കാനോ പോലീസ് നടപടി സ്വീകരിക്കാനോ ഒന്നും നിങ്ങളുടെ പെർമിഷൻ വേണ്ട, BJPയുടെ നേതാക്കന്മാരുടെ പെർമിഷൻ വേണ്ട. പക്ഷെ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട് ഹാഷ്മി, നിങ്ങളത് എത്ര ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. തിരുമല അനിലിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ടെലിവിഷൻ ഡിബേറ്റിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ BJP പ്രതിനിധിയുണ്ട്. ഞാൻ ചോദിച്ചു, ഇത് പരിശോധിക്കാമെന്നോ അന്വേഷിക്കാമെന്നോ, ആരൊക്കെ സാമ്പത്തിക ക്രമക്കേട് കാട്ടി എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പോലും പറയാനുള്ള ജനാധിപത്യ മര്യാദ BJP കാട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ പൂച്ച പാല് കുടിക്കുന്നത് മറ്റാരും അറിയുന്നില്ല എന്ന് കരുതും പോലെ ഈ ക്രമക്കേടുകളും ഈ അട്ടിമറിയും നടത്തി ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് പിന്നെ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ പത്മനാഭൻ. നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധവ് താക്കറെ വിശദീകരിക്കുകയാണ്, മഹാരാഷ്ട്രയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഞാൻ പറയുന്ന നിങ്ങളുടെ പ്രവർത്തകരോട്, ഈ ടെലിവിഷൻ കാണുന്നത്, ചർച്ച കാണുന്നത്, എനിക്ക് ഉറപ്പുണ്ട് CPIM പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള നൂറുകണക്കിന് BJP പ്രവർത്തകർ ശ്രീ പത്മനാഭൻ ഇത് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ്, ഞാൻ നേരത്തെ വിശദീകരിച്ചുള്ള MS കുമാർ, ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ശ്രീ പത്മനാഭനേക്കാൾ തിരുവനന്തപുരത്തിന് പരിചയമുള്ള ആളാണ് MS കുമാർ. ഗോപാലകൃഷ്ണനേക്കാൾ തിരുവനന്തപുരത്തിന് പരിചയമുണ്ട് MS കുമാറിനെ. ശ്രീ MS കുമാറിൻ്റെ പോസ്റ്റ് എന്താണ്? MS കുമാറിൻ്റെ പോസ്റ്റ് താനും ആത്മഹത്യയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് BJPയുടെ സ്റ്റേറ്റ് സ്പോക്ക് പേഴ്സണാ. എന്നാ ഈ അധികാരമൊന്നും BJPക്ക് ഉണ്ടാകാത്ത കാലത്തും തിരുവനന്തപുരത്ത് BJPയുടെ ഭാഗമായിരുന്ന ആളാണ്. ഏത് തലമുറയാ ശ്രീ പത്മനാഭൻ? ഞാൻ പ്രായം കൊണ്ടല്ല, പ്രവർത്തന അനുഭവം കൊണ്ട് ശ്രീ പത്മനാഭൻ്റെയോ ഗോപാലകൃഷ്ണൻ്റെയോ തലമുറയല്ല, ശ്രീധരൻ പിള്ളയുടെയും രാമൻ പിള്ളയുടെയും PP മുകുന്ദൻ്റെയും അതോടൊപ്പം പിന്നെ അതുപോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ചയാളാ. അദ്ദേഹം പറഞ്ഞത് എന്താ ഫേസ്ബുക്കിൽ? ഇപ്പോഴും നിങ്ങൾക്ക് നോക്കാം, തിരുമല അനിലിനെ പോലുള്ളവരുടെ ആത്മഹത്യയുടെ വഴി ഞാൻ സ്വീകരിക്കേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെടുക. എന്താ കാരണം? ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക തട്ടിപ്പിന്റെ ഒടുവിലാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ കൺകൂടിയാം. ഇവിടെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയട്ടെ, ഞാൻ ഒട്ടും ശ്രീ പത്മനാഭ, ഞാൻ ഒട്ടും ആഹ്ലാദിക്കുന്ന ഒരാളല്ല. ഞാൻ ഒട്ടും ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനോ ഒരു ഗോൾഡൻ ചാൻസ് എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഉദ്ധരിക്കാനോ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ ജനിച്ച് ജീവിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് BJPയുടെ ഭാഗമായിക്കോട്ടെ ഒരു മനുഷ്യൻ ഒരു ദിവസം തീരുമാനിക്കുന്നു തൻ്റെ സഹപ്രവർത്തകരുടെ പീഡനം കൊണ്ട് ഇനി ഇവിടെ ജീവിച്ചിരിക്കേണ്ടതില്ല എന്നൊരു BJPയുടെ ഭാഗമായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ് അയാളുടെ ജീവിതം ഹോമിച്ച് കളയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ സ്വാഭാവികമല്ലേ, പൊതുപ്രവർത്തകരല്ലേ, വഴി കാണുന്നവരോട് ഞങ്ങൾ സംസാരിക്കാറില്ലേ, ഞങ്ങൾ ചിരിക്കാറില്ലേ? ഏത് പാർട്ടിയിൽപ്പെട്ട ആളും വന്ന് നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്ക് സുഖാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയാറില്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ ഇന്നലെ വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, ശരീരവും മനസ്സും നിങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം പണമായി, ശരീരമായി, മനസ്സായി അദ്ദേഹം ദാനം ചെയ്ത് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാക്കുകളാണ് ശ്രീ പത്മനാഭ, നിങ്ങൾ എഴുതി വെച്ചോ, എൻ്റെ ശവശരീരം എവിടെ കുഴിച്ചിട്ടാലും നിങ്ങളെ കാണിക്കില്ല. ആരെ? RSSനെയും BJPക്കാരെയും കാണിക്കില്ലെന്നൊരു മനുഷ്യൻ എഴുതി വെച്ചിട്ട് പോകുമ്പോൾ ഒന്ന് പരിശോധിക്കാമെന്നെങ്കിലും നിങ്ങൾ പറയണ്ടേ? മറിച്ച് നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് തീസിസ് രചിക്കുകയാണോ? നിങ്ങൾ മനോവിഭ്രാന്തിയെക്കുറിച്ചുള്ള സൈക്കാട്രിക് നിലപാടുകളും തീസിസും എഴുതിക്കൊണ്ടിരിക്കുകയാണോ? കഷ്ടമാണ്. നിങ്ങൾ എന്നെക്കാൾ വളരെ പ്രായം കൊണ്ടൊരു യോജിക്കുന്നു. ഒരു മനുഷ്യന്റെ മരണത്തിന് മുന്നിൽ ഈ പറയുന്ന വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നത് കഷ്ടമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. രാജുപിന്നാർ, ഇവിടെ എനിക്ക് നേരിട്ടറിയാം എന്ന് പറഞ്ഞാൽ അത് 2 മക്കളുള്ള ഒരു ചെറിയ കുടുംബമാണ്. ആ കുടുംബം അനാഥമായ രാത്രിയാണ്. രാജുപിന്നാർ, എല്ലാ വിഷയത്തിലും രാഷ്ട്രീയമില്ല. ഒരു മനുഷ്യൻ ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, എല്ലാ വിഷയത്തിലും രാഷ്ട്രീയമില്ല. എല്ലാ വിഷയവും ഇപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോഴും അതിൽ ബാക്കി എല്ലാ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കും പോലെ വികറസായി സംസാരിക്കണോ? ബാക്കി എല്ലാ രാഷ്ട്രീയ ചർച്ചകൾ ഉപയോഗിക്കുന്ന പദാവലികൾ ഉപയോഗിക്കുന്ന മട്ടിൽ നമ്മൾ പരിമിതപ്പെടാവോ?
രാജു പി നായർ? അതൊക്കെ ഓരോരുത്തർ അവരവരുടെ എന്താ പറയുക പക്വതയ്ക്കും അവരുടെ നിലവാരത്തിനും അനുസരിച്ച് സ്വീകരിക്കേണ്ടതാണ്. അതിന് ഞാൻ അഭിപ്രായം പറയില്ല. ഓരോരുത്തർക്ക് അവരവരുടെ രീതി എന്താണെന്ന് അവർക്ക് തീരുമാനിക്കാം. പൊതുജനം വിലയിരുത്തും. പ്രത്യേകിച്ച് ഏത് വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് പൊതുജനം വിലയിരുത്തും. ഞാനിവിടെ മറ്റൊരു കാര്യം എനിക്ക് പറയണം. ദയവായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഷിജുഖാരന് അലോസരപ്പെടരുത്. ഞാനത് CPM-നെതിരാക്കാൻ ആഗ്രഹിക്കുകയല്ല, പക്ഷെ പറയാതെ നിർവാഹമില്ല. ഇവിടെ ഇപ്പോൾ BJP-യുടെ പ്രതിനിധിക്ക് നിങ്ങൾ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കൂ, പോലീസ് കേസെടുത്തോ എന്ന് ചോദിക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? ഈ തിരുമല ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ 7, 2025 കേരളത്തിന്റെ നിയമസഭയിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് നിയമസഭയിൽ ടേബിൾ ചെയ്തില്ലേ? ഇല്ലേ? നിയമസഭയിൽ ടേബിൾ ചെയ്തില്ലേ? ഈ പറയുന്ന തിരുമല അനിലിന്റെ കൗൺസിലർ ഓഫീസിലെ ജോലിക്കാരിയായിട്ടുള്ള സ്ത്രീ പോലീസിന് ഇയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് BJP നേതാക്കളോട് പലതവണ പറഞ്ഞിരുന്നതായിട്ടുള്ള മൊഴി കൊടുത്തില്ലേ? എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? നിങ്ങൾ NM വിജയന്റെ കേസിൽ ഞങ്ങൾക്ക് പരാതിയില്ല. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസെടുക്കണം. ആ കേസെടുത്ത് അന്വേഷിക്കട്ടെ. നിങ്ങൾ MLA-മാരെ പ്രതിയേർത്തു, DCC പ്രസിഡന്റ് പ്രതിയേർത്തു. ഞങ്ങളുടെ ചെയ്യേണ്ട സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളുടെ ബാധ്യത, ധാർമ്മിക ബാധ്യത ഞങ്ങൾ നിറവേറ്റി. പക്ഷേ എന്തുകൊണ്ട് ഈ കേസിൽ ഉണ്ടാവുന്നില്ല? പൊതുസമൂഹത്തിൽ S. കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ നടന്ന ക്രമക്കേടുകളെ മുഴുവൻ കുറിച്ച് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് കേസെടുത്തില്ല? ഒരു ചെറുപ്പക്കാരൻ അവൻ നേരിട്ട അനുഭവത്തെക്കുറിച്ച്, ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് മരണമൊഴിയായിട്ട് പറഞ്ഞത് വീഡിയോയിലുള്ളപ്പോൾ ആ പറഞ്ഞ പേരെടുത്താണല്ലോ പറഞ്ഞത്. ആ പേരുകാരനെതിരെ എന്തുകൊണ്ട് കേസെടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുത്തില്ല? പറഞ്ഞു വരികയാണ്. മിനിഞ്ഞാന്ന് കേസെടുത്തു. നിയമോപദേശം ചോദിക്കുകയാണ്. എന്തിനാ നിയമോപദേശം? ഒരാൾ മരണപ്പെടുമ്പോൾ ആത്മഹത്യാ മൊഴിയായിട്ട് പറഞ്ഞത് ലൈവായിട്ട് നിൽക്കുന്ന സംഭവത്തിൽ ഒരാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കാൻ നിയമോപദേശത്തിന്റെ ആവശ്യം എന്താ? അപ്പൊ ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മൾ സ്ത്രീകൾ എവിഡൻഷ്യൽ വാല്യൂ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുകയല്ലേ? കാരണം എവിഡൻഷ്യൽ വാല്യൂ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ മറ്റൊരു ദൃക്സാക്ഷി ഉണ്ടാവില്ല എന്നുള്ളതും, അതുകൊണ്ട് അവർക്ക് നിയമപരമായ സാധുത കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ മരണമൊഴിയിൽ പോലും കേസെടുക്കാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു? ഇപ്പോ ഞങ്ങൾക്കെതിരെ എടുത്ത കേസിനൊന്നും ഞാൻ ഒരു തരത്തിലുള്ള കാര്യവും പറയുന്നില്ല. പക്ഷെ ഇവിടെ BJP-യുടെ പ്രതിനിധിക്ക് പോലീസ് കേസെടുത്തോ എന്ന് ചോദിക്കാനുണ്ടാക്കിയ അവസരം കൊടുക്കുന്ന ഷിജുഖാൻ നിങ്ങളാണ്. ഞാൻ ഇന്നലത്തെ ഒരു ചർച്ചയിലും പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസാരങ്ങൾ അത് CPM-ന്റെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഒരു മെമ്പർ ഉണ്ടായിരുന്നു, ആനി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു ആനി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ടായിരുന്നു. ഇപ്പം മറ്റൊരാളും പറഞ്ഞിരിക്കുന്നു. CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം നഗരസഭയിൽ നടക്കുന്നു എന്നുള്ളത് 2 നേതാക്കന്മാർ CPM-ന്റെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 നേതാക്കന്മാർ. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നത് ഈ വിഷയമാണ്. ഇത് തിരുവനന്തപുരത്തല്ല, കേരളത്തിൽ മുഴുവൻ ഉണ്ടെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-ക്കകത്ത് പുകയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഏറ്റവും പുകയുന്ന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ BJP-ക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വന്ന് അവർക്ക് നിരപരാധിത്വം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ അങ്ങ് എന്നോട് ദേഷ്യപ്പെടരുത്. ശരി ഷിജു, ഞാൻ ഇപ്പം VP ശ്രീധരനാഭൻ ചോദിക്കുന്നത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ VP ശ്രീധരനാഭൻ അഭിഭാഷകൻ കൂടിയാണ് BJP നേതാവിനപ്പുറം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലീഡിംഗ് അഭിഭാഷകനാണ്. അപ്പോൾ കേസെടുക്കുവോ ഷിജു ഖാൻ? അക്കാര്യത്തിൽ ഇപ്പോൾ തിരുമല അനിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹകരണ വകുപ്പിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി അത് ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറി അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു. ഇപ്പം നേരത്തെ പോലീസ് കേസിനെ സംബന്ധിച്ച് പറഞ്ഞു. നിയമോപദേശമൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നുവെങ്കിൽ അത്തരം നടപടികളും നമുക്ക് പൂർത്തീകരിക്കേണ്ടി വരും. കാരണം വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അത്തരം കൃത്യമായ വിവരങ്ങൾ ആരാഞ്ഞ് തേടിയ ശേഷം നമ്മൾ അത് എല്ലാ കൃത്യതയും അക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ പോലീസ് നടപടികൾ വൈകുന്നതോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്താതിരിക്കുന്നതോ ആയ സാഹചര്യം ഒരിടത്തുമില്ല. എന്ന് മാത്രമല്ല രാജു പി നായർ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ തിരുവനന്തപുരം, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ. പക്ഷേ നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലെയും
അല്ല ഇക്കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ശക്തമായ പോലീസ് നടപടി ഇക്കാര്യത്തിൽ ഇപ്പോൾ ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നാളെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും വളരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, രാജു പി നായർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒന്നും പൊളിറ്റിക്സ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 101 വാർഡിലും ഞങ്ങൾക്ക് BJP-യുമായി ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ജില്ലയിലും കേരളത്തിലും ഒരു ഡീലിലും ഞങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകർ പോലും നിങ്ങൾ ഇങ്ങനെയുള്ള വിതണ്ഡവാദങ്ങളും ആരോപണങ്ങളും ഉയർത്തിയാൽ വിശ്വസിക്കില്ല. പിന്നെയല്ലേ ബഹുജനങ്ങൾ. സഖാവ് പിണറായി വിജയനും തിരുവനന്തപുരത്തെയും കേരളത്തിലെയും CPIM-ഉം ശക്തമായി BJP-ക്കെതിരായ പോരാട്ടം തന്നെയാണ് നടത്തുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ. അതൊരു വലിയ മെസ്സേജാണ് ശ്രീ രാജു പി നായർ. അതുകൊണ്ടല്ലേ AICC-യുടെ വെബ്സൈറ്റിൽ കേരള മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഫോട്ടോ BJP-ക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാര്യത്തിലൊക്കെ ഞാനും താങ്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം പങ്കുവച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ AICC വെബ്സൈറ്റിൽ പിണറായി വിജയനെ മാനസിക വിഭ്രാന്തി കൊണ്ടാണ് ആനന്ദ് മരിച്ചത്, ആത്മഹത്യ എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ആ വിഷയം പോലീസ് അന്വേഷിക്കട്ടെ. ഗോപാലകൃഷ്ണൻ വ്യാജ പ്രസ്താവന നടത്തിയതാണോ അതല്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ കാര്യമുണ്ടോന്ന് ഷിജു ഖാന്റെ പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. അല്ല, മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നതോട് താങ്കൾ യോജിക്കുകയാണ്? അതും അന്വേഷണ വിധേയമാക്കാം. അതും അന്വേഷണ തെറ്റില്ലെന്നാണ് താങ്കൾ പറയുന്നത്. വിരോധമില്ല, ഒരു വിരോധമല്ല, അന്വേഷിക്കട്ടെ. അല്ലാതെ ബി ഗോപാൽ നാക്കുപഴയല്ല. BJP-യുടെ നിലപാടാണ് നിങ്ങൾ RSSന്റെ ഒരു പ്രവർത്തകൻ മരിച്ചത് മാനസിക വിഭ്രാന്തി മൂത്താണ് എന്ന് BJP-യുടെ നിലപാടാണല്ലേ? അതിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. ഓക്കെ താങ്ക് യു. CVP, എല്ലാ കാര്യവും ഈ പറഞ്ഞ നിയമത്തിന്റെയും ഈ പറയുന്ന കോടതിയുടെയും പോലീസിന്റെ കണ്ണിൽ മാത്രം കാണാൻ കഴിയില്ല. സ്നേഹമെന്നുണ്ട്, സ്നേഹനിരാസമെന്നുണ്ട്, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യമെന്നുണ്ട്, പാർട്ടി പരസ്പര ബന്ധമെന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി വിശദീകരിക്കൽ മനുഷ്യവിരുദ്ധമാണ്. പറയുന്നത് ക്ഷമിക്കണം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.